എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഖിൽ പ്രഭാകരൻ. ഈ സിനിമ എനിക്ക് പ്രത്യേകത ഒരു ആവുന്നത് എന്താ വെച്ചാൽ, സ്പെഷ്യൽ ആവുന്നത് എന്താ വെച്ചാൽ, ഇതിൽ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഫുട്ബോൾ കോച്ചായിട്ടാണ് ഞാൻ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഞാൻ ഫുട്ബോളിന് അത്രയ്ക്ക് റിലേറ്റ് ചെയ്തിരുന്ന ആളൊന്നുമല്ല. ഞാനങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് വർഷങ്ങളായി. അപ്പം അങ്ങനെ ഒരു കോച്ചായിട്ട് അഭിനയിക്കുക, ഒരുപാട് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, അതൊക്കെ എന്നെ സംബന്ധിച്ചൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നല്ല ഫണ്ണായിരുന്നു. എല്ലാവർക്കും ഭയങ്കര വൈബായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് മലബാർ അവിടുത്തെ ആളുകളും അവിടുത്തെ ഫുഡും എല്ലാം നമുക്ക് സ്പെഷ്യലായിരുന്നു. അപ്പോൾ ഒരുപാട് എൻജോയ് ചെയ്തൊരു സിനിമയാണ്. ഒരുപാട് നല്ല നിമിഷങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇമോഷണൽ ആയാലും അതുപോലെ തന്നെ നല്ല നല്ല സോങ്ങുകളുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സിനിമയാണ്. ചെറിയൊരു സിനിമയാണ്, പക്ഷെ നല്ലൊരു സിനിമയാണ്. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കേട്ടായിരുന്നു പ്രീമിയർ ഷോ കഴിഞ്ഞ്. അപ്പോൾ എല്ലാതരം പ്രേക്ഷകരെയും പിടിച്ചിരുത്തുന്ന, എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. തീർച്ചയായും എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. അത്രയും പറയാം. ഒരുപാട് സന്തോഷമുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരു പടത്തില് നമുക്ക് ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിന് തന്നെ യുനെസ്കോനോട് നന്ദി പറയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടില് നമ്മളെ സ്ലാങ് വെച്ച് നമുക്ക് എന്താണോ ഇഷ്ടം ആ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ നാട്ടിൻപുറത്ത് ചെയ്ത് നടന്നിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതൊക്കെ ഈ ഫുട്ബോളിന്റെ ഇതിന് പോവാ, ഗ്രൗണ്ടിന് പോവാ. അപ്പൊ അതൊക്കെ ഒരു സിനിമയാക്കിയിട്ട് ഇപ്പോഴത്തെ തലമുറക്ക് ലഹരിക്കെതിരെ ഒരു സിനിമയും കൂടെ ആയി. കാരണം ഒരുപാട് നാട്ടിലുണ്ട് ഇതേപോലെ ഗ്രൗണ്ടുകളില്ലാതെ പലരും ഈ ലഹരിക്ക് പിന്നാലെ പോണതൊക്കെ കളിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതിന്റെ കാരണത്താലാണ് എന്നുള്ളത്. അങ്ങനെ ഒരുപാട് കഥകൾ ഇതിൽ 2-3 കാര്യങ്ങൾ ഇതിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ജൂലൈ 3-ാം തീയതി ഞങ്ങളെ പടം റിലീസ് ആവുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നല്ലൊരു ക്യാരക്ടർ അതിൽ ചെയ്യാൻ പറ്റിയിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. ഒരുപാട് സന്തോഷം. താങ്ക് യു ഓൾ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷിക്കു. ഈ കൊമ്പങ്കാട് കോയ ക്യാരക്ടറിൽ വന്ന ആൾക്കാരാണ് ഞങ്ങളെ 2 ആൾക്കാരും. അപ്പോൾ ഈ പടം മലപ്പുറം ബേസ് ചെയ്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങളെ പെട്ടെന്ന് കാസ്റ്റ് ചെയ്തതിലും ഈ പടത്തിൽ ഞങ്ങളെ കയ്യിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളൊരു കഴിവ് കറക്റ്റ് എടുത്ത് ഈ പടത്തിൽ ഞങ്ങൾ അഭിനയിപ്പിച്ച ജുനൈസ്കാനോട് ആദ്യം നന്ദി പറയാണ്. പോരാത്തിന് ഈ പടത്തിൽ ഒരുപാട് കോമഡിയും സെന്റിമെന്റും അതുപോലെ ഫുട്ബോൾ അനുബന്ധിച്ച് ഇപ്പോൾ തൂഫാന്റെ കാലഘട്ടമാണല്ലോ. അപ്പോൾ ലഹരിയോടുള്ള എതിർപ്പും എല്ലാം കൊണ്ടും കറക്റ്റ് ടൈമിനാണ് ഈ പടം റിലീസാക്കാൻ നിന്നത്. ഇതിന്റെ ബാക്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. പ്രൊഡ്യൂസറിനാവട്ടെ, ഡയറക്ടർക്ക്, അതേപോലെ ജിബ്രു, എല്ലാവർക്കും. അപ്പോൾ ഇവരൊക്കെ ഒരു വൻ വിജയമായിട്ട് ഈ പടം മാറണമെന്നാണ് മലപ്പുറത്തുള്ള ഞങ്ങളെ 2 ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന എല്ലാവരും കൂടി കേട്ടിട്ട് ഈ വരുന്ന ജൂലൈ 3-ാം തീയതി പടം എല്ലാവരും തിയേറ്ററിൽ പോയി വിസിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഒറ്റ ആഗ്രഹമുള്ളൂ. അപ്പൊ എല്ലാവരും മറക്കണ്ട, ഡേറ്റ്. എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന പോലെ ഇന്റർവ്യൂ ഞാൻ സാധാരണ കൊടുക്കാറില്ല. നിങ്ങളെപ്പോലെ ക്യാമറ പിന്നിരുന്നിട്ട് ശീലമുള്ളൂ. പക്ഷെ ഇതില് മസ്റ്റായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എൻ്റെ നാട്ടില് ഞാൻ ക്യാമറ ഞാൻ ചെയ്തുകൊണ്ടാണ് സംസാരിക്കാൻ തീരെ അറിയില്ല. നിങ്ങളെപ്പോൾ തന്നെ ബാക്കിൽ നിന്ന് പിടിക്കുന്നതാണ്. എൻ്റെ അടുത്ത് ഇവൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറേ വർഷങ്ങളായിട്ട് കൊച്ചിയിൽ തന്നെയാണ്. അപ്പോൾ ഒരു സിനിമ ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ആകെ ഷോക്കായി. ആക്ച്വലി ഇവൻ ഒരുപാട് ഞാൻ സിനിമകൾ സംസാരിക്കുന്നതല്ലാതെ ഇവൻ ഒരു ഡയറക്ടർ ലെവലിൽ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഫസ്റ്റ് ഞാൻ കുറെ നോ പറഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു. പിന്നീട് അവൻ്റെ അടുത്ത് വിളിച്ച് നീ ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു നോക്ക്, എന്നിട്ട് നീ ഒഴിവാക്കളെ ചോദിക്കുന്നൊക്കെ പറഞ്ഞ അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ വായിച്ചപ്പോൾ എൻ്റെ സ്റ്റോറി, ഞാനും ഇതിലൊരു ക്യാരക്ടറാണ്. എൻ്റെ നാട്ടിൽ റിയൽ ഇൻസിഡൻ്റ് ആയിട്ട് നടന്ന ഒരു ഗ്രൗണ്ട് നഷ്ടത്തിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ വർഷം മുമ്പാണ്. പക്ഷേ ഈ സബ്ജക്റ്റ് വെറും ഒരു ഗ്രൗണ്ട് നഷ്ടപ്പെടുത്തുന്ന ഒരു സിനിമയല്ല അത്. എനിക്കും മോനുണ്ട്, മക്കളുണ്ട്. അപ്പോൾ അവരും കൂടി ഞാൻ ചെയ്താൽ എനിക്കിത് ചെയ്യണമെന്ന് അപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു ഇതേ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ വെച്ച ചലഞ്ച് നാട്ടിൽ ഷൂട്ട് ചെയ്തേക്ക്, അതായാലും വലിയ ചലഞ്ച് ചെയ്ത്
അതൊക്കെ തരണം ചെയ്ത് നല്ല നല്ല ഫ്രെയിമുകളും എൻ്റെ നാട്ടിൽ എത്രത്തോളം ഭംഗിക്കാൻ പറ്റുമോ മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മാക്സിമം എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം. കുട്ടികളെ മധുകുമാർ എന്നാണ്. ISL ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് കേട്ടിട്ടുള്ളവർക്ക് എൻ്റെ ശബ്ദം കേട്ട് പരിചയം ഉണ്ടാവും. ISL കമന്റേറ്ററാണ്. അതേപോലെ സൂപ്പർ ലീഗ് കേരള പ്രീമിയർ ലീഗിൻ്റെ ഒക്കെ കഴിഞ്ഞൊരു 6 വർഷമായിട്ട് കമന്ററി ചെയ്യുന്നുണ്ട്. ഞാനിതിവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മെസ്സേജും അതുപോലെ തന്നെ ഈ സിനിമയുടെ ഒരു ബേസിനെ കുറിച്ചുമാണ്, ഇതുമായിട്ട് ബന്ധമില്ലെങ്കിൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ്, ഒരു മൂവ്മെന്റിനെ കുറിച്ചാണ് ഞാൻ ചെറിയ വാക്കുകളിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ലോകകപ്പ് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ലോകകപ്പിലെ ബ്രസീലിയൻ ആരാധകർ അറിയിക്കുക? ആരില്ല. തോന്നി. അപ്പൊ എന്തായാലും നമ്മുടെ ഏഷ്യൻ രാജ്യമായിട്ടുള്ള ജാപ്പനീസ് ഫുട്ബോളിന് ഒരു നല്ലൊരു ഉയർച്ച ഈ കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ കാലയളവിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അതിന് പരമപ്രധാനമായ റീസൺ അവർ ഫുട്ബോളിലേക്ക് പാഷനേറ്റ് ആയി ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ടാണ്. അവർ ഇൻവെസ്റ്റ് ചെയ്തത് പൈസ മുഖേനയല്ല, അവർ സ്നേഹം മുഖേനയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും ഈ ഒരു സിനിമയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, ജാപ്പനീസ് ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അവർ ഒരുപാട് വർഷങ്ങളായി കഷ്ടപ്പെടുന്നതിന്റെ കൂടെ കുട്ടികളിലേക്ക്, അതായത് നമുക്ക് ഒരു നല്ല താരത്തെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, ഒരു നല്ല ഫുട്ബോളറെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുട്ടികളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയും അവരെ ഫുട്ബോളിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേ സ്റ്റോറി തന്നെയാണ് ഇവിടെ ഗോളം ബേസിക്കലി പറയുന്നത്. അപ്പം ജാപ്പനീസ് ഫുട്ബോള് ഒരു കൾച്ചറിൽ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഗതിയാണ്. അവർ ഫുട്ബോളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി കുട്ടികളെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിനൊപ്പം തന്നെ വളരെ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്കുള്ളിലേക്ക് ഫുട്ബോളിനെ അവരുടെ വെയിൻസിനുള്ളിലേക്ക് ഇൻജക്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ക്യാപ്റ്റൻ സുബാസു എന്ന് പറയുന്ന ഒരു അനിമെ ക്യാരക്ടർ വെച്ച് വളരെ ചെറിയ പ്രായം മുതലേ തന്നെ കുട്ടികളെ ഇൻസ്പയർ ചെയ്യാൻ തുടങ്ങി. നമ്മൾ എന്തുകൊണ്ട് ഇന്ത്യ ലോകകപ്പ് കളിക്കുന്നില്ല എന്ന് എല്ലാവരും ചോദിക്കുന്നത്, നമുക്ക് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ കാടടച്ച് വെടിവെച്ച സിസ്റ്റം ശരിയല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ സിസ്റ്റത്തിൽ ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പൊ ഇതേ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ജപ്പാൻ എടുത്ത ഒരു വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഒരു ക്യാപ്റ്റൻ സുബാസു എന്ന് പറയുന്ന ഒരു അനിമെ ക്യാരക്ടർ യൂസ് ചെയ്ത് കുട്ടികളിലേക്ക്, കുട്ടികളുടെ ബ്ലഡിലേക്ക്, അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മെസ്സേജ് നൽകുന്ന ഒരു സിനിമയാണ്. കുട്ടികളെ ഈ ഒരു തൊത്ത് എന്ന് പറയുന്ന ക്യാരക്ടറെ മുത്ത് എന്ന് പറയുന്ന പരിശീലകൻ എടുത്ത് പരിശീലിപ്പിച്ച് ചെറിയ പ്രായം മുതൽ വളർത്തിയെടുക്കുന്ന വലിയൊരു മെസ്സേജ് കൊടുക്കുന്ന, എങ്ങനെയാണ് പ്രോപ്പറായ ഒരു ഫുട്ബോളറെ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ക്ലാസ് അടക്കം എടുത്തു കൊടുക്കുന്ന ഒരു സിനിമയാണിത്. നമ്മൾ ഹലോ, നമസ്കാരം. എൻ്റെ പേര് കാശിനാഥ് സനീഷ് എന്നാണ്. പക്ഷെ 4 വാക്കിൽ ചുരുക്കി കാശി എന്നാണ് ഞാൻ എല്ലാവരോടും പറയാറ്. പിന്നെ എല്ലാവരും പറഞ്ഞു ഫുട്ബോൾ പ്ലെയർ ആണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ ഞാനൊരു നടനും കൂടിയാണ്. ഞാൻ 6 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം അഭിലാഷം എന്ന് പറയുന്ന പടത്തിനാണ് അഭിനയിച്ചത്, ഷൈജുവേട്ടൻ്റെ കൂടെ തന്നെ. പിന്നെ കളിക്കാരനാണ്. അതേപോലെ തന്നെ ഫുട്ബോൾ ഞാൻ കളിച്ചിട്ടുണ്ട് 6-7 വർഷത്തോളം. ഞാൻ ക്രസന്റ് എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ അക്കാഡമിയിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ എൻ്റെ അത്ലറ്റിക്സ് ഈ ഒരു അത്ലറ്റ് ആയിട്ടുള്ള ഈ ഒരു കരിയറിൽ ഇപ്പം ഞാൻ എത്തി നിൽക്കുന്നത്, ഞാൻ റഗ്ബി എന്ന് പറയുന്ന ഒരു സ്പോർട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധികം പോപ്പുലർ അല്ല, പക്ഷെ എന്നിലൂടെ പോപ്പുലർ ആവട്ടെ ഞാൻ വിചാരിക്കുന്നു. അപ്പൊ റഗ്ബി എന്ന് പറയുന്ന സ്പോർട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഹിസ്റ്റോറിക്കലായിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് റഗ്ബി ഇന്ത്യൻ ടീമും കളിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. പിന്നെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും എനിക്കുള്ള ഒരു പ്രശ്നമാണോ എന്ന് അറിയില്ല, കളിക്കാൻ പോകുന്ന സമയത്ത് ഒരാൾ വന്ന് സിനിമാ നാടക വിളിച്ചാൽ എനിക്ക് ഇഷ്ടമല്ല. അതേപോലെ തന്നെ അഭിനയിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് കളിക്കാരാ വിളിച്ചാൽ എനിക്ക് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമാണ്. പക്ഷെ ഈ സിനിമയില് കുഴപ്പമില്ല, കാരണം രണ്ടും ഉണ്ട്, കളിയുണ്ട് അതേപോലെ തന്നെ അഭിനയമുണ്ട്. പിന്നെ എനിക്ക് കൂടുതൽ പറയാനുള്ളത്, ഞാൻ ക്യാരക്ടറിലേക്ക് വരാം. ഞാൻ തൊത്തു എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ചെയ്തത്. നല്ലൊരു പേരാണ് തൊത്തു. അപ്പം തൊത്തുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുട്ബോൾ ഒരുപാട് നെഞ്ചോട് ചേർക്കുന്ന ഒരാളാണ്. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അദ്ദേഹത്തിന്റെ ടാലന്റും കാര്യങ്ങളും, അദ്ദേഹം പഠിച്ച സ്കിൽസും. പിന്നെ കുറെ ആൾക്കാരോട് ചോദിച്ചു ഈ സ്കില്ലൊക്കെ എപ്പോൾ പഠിച്ചെടുത്താണ്, ഒരാട്ടം ചോദിച്ചാൽ എത്ര ദിവസം കൊണ്ട് പഠിച്ചെടുത്താണ്. ദിവസങ്ങൾ മാസങ്ങളൊന്നും ഇല്ല, ഞാൻ ലോക്ക്ഡൌൺ സമയത്ത് പഠിച്ചെടുത്താണ് സത്യം പറഞ്ഞാല്. പിന്നെ ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു 6-7 വർഷമായി. ഇതുവരെ അത് എനിക്ക് ഉപയോഗപ്പെട്ടില്ല, പക്ഷേ ഈ സിനിമ എനിക്ക് ഉപയോഗപ്പെട്ടു. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്ത് സാധനം എപ്പം പഠിച്ചു വെച്ചാലും അത് എന്തെങ്കിലുമൊക്കെ ഉപയോഗപ്പെടും. അത്ര തന്നെ പറയാനുണ്ട്. താങ്ക് യു. ബോളാഗോളം എന്ന് പറയുന്നത് ഫുട്ബോൾ ഈ ഭൂഗോളത്തിനൊപ്പം പിറന്ന കളിയാണ് എന്ന ചൊല്ലിൽ നിന്നുണ്ടായ ഒരു ടൈറ്റിലാണ്. ഗോളാണ് ഗോളം, ഗോളം എന്ന് പറയുന്നത്. എ പാസ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഫുട്ബോൾ എന്നാണ് ഇതിന്റെ ടാഗ് ലൈൻ ആയിട്ട് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം ജീവിതത്തിനും കളിക്കുമിടയിലുള്ള കൊടുക്കൽ വാങ്ങലുടെ കഥയാണ് സിനിമ പറയുന്നത്.
BBC റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഐസ്ലാൻഡ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു ഡോക്യുമെന്ററിനെ ബേസ് ചെയ്തിട്ട് നാട്ടിലെ ഗ്രൗണ്ട് നഷ്ടപ്പെട്ട ഒരു റിയൽ ഇൻസിഡന്റിനെയും കൂട്ടിച്ചേർത്ത് ചെയ്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് ബോളാഗോളത്തിന്റെ. 2 മണിക്കൂറിൽ 2 വിസിലുകൾക്കിടയിൽ കളിയും ജീവിതവും പാസ് ചെയ്ത് കാഴ്ചയുടെ വില കൊലുക്കുന്ന ഗോൾ നേടുന്ന സിനിമയാണ് ബോളാഗോളം. ഈ സിനിമയുടെ ക്ലൈമാക്സ് സത്യത്തിൽ സ്ക്രീനിലല്ല, അത് റിയൽ ലൈഫിലാണ് എന്ന് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ടിക്കറ്റ് ഈസ് ടോക്കൺ എന്നുള്ളതാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരാശയം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ചിത്രത്തിന്റെ ഡയറക്ടർ ജുനൈസിക്കയോടും ക്യാമറാമാൻ ഷമീർ ജിബ്രാനോട് നന്ദി പറയുന്നു. ഷമീർക്കാണ് ഇതിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. ഇത്തരത്തില് നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഞാനും പ്രീമിയർ ഷോ കണ്ടായിരുന്നു. ശരിക്കും സ്വയം അഭിനയിച്ച സിനിമ ആയതുകൊണ്ട് പറയല്ല, നമ്മുടെ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിക്കാട്ടുന്ന, നന്മകളെ ഉയർത്തിക്കാട്ടുന്ന, എവിടെയും നന്മകൾ കൊണ്ട് നമുക്ക് പോരാടി വിജയിക്കാൻ പറ്റുമെന്ന് തെളിയിക്കുന്ന ഒരു സിനിമയാണ്. തീർച്ചയായും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഞങ്ങളുടെ ബോളാഗോളം ഗോൾ അടിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്. കാരണം അത്തരത്തിൽ ഒരു എലമെന്റ് ആണ് നമ്മുടെ ഈ സൊസൈറ്റിയിലേക്ക് ബോളാഗോളം കാഴ്ചവെക്കുന്നത്. എല്ലാവരും ചിത്രം തിയേറ്ററിൽ തന്നെ കാണണം. നിങ്ങൾ ഇതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. വളരെ നല്ലൊരു അനുഭവം നിങ്ങൾക്ക്, വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. താങ്ക് യു.